നടക്കുന്നത്? വരൂ നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം അല്ലെ. ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഏതാണ് ആ കവിത? ഇസ് ബാരിഷ് മേ എന്ന് പറയുന്ന കവിത അല്ലെ. ഇത് ഇന്ന് നമ്മൾ ഓക്കെ ആക്കാൻ പോവാണ്. മുഴുവൻ കവിതയും നമ്മൾ മലയാളത്തിൽ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ഇസ് ബാരിഷ് മേ എന്നാണ്. എന്താണ് ഇസ് ബാരിഷ് മേ? ഈ മഴയിൽ. എന്താണ്? ഈ മഴയിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണ്? മഴയെ കുറിച്ചുള്ള പാഠമാണുള്ളത് അല്ലെ. മഴയിൽ എന്നുള്ളതാണ് നമ്മുടെ പാഠം. അപ്പൊ നോക്കിക്കേ, മഴയെ കുറിച്ചൊന്നും അല്ല നമ്മുടെ പാഠം. നോക്കിക്കേ, ഈ ഒരു പിക്ചർ കണ്ടിട്ട് മക്കൾക്ക് എന്താ തോന്നുന്നത്? ഒരു കർഷകൻ ഇരിപ്പുണ്ട്, പിന്നെ അവന്റെ ഒരു കലപ്പയുണ്ട്, പിന്നെന്താണ് നമ്മുടെ കൈക്കോട്ട് കരയുന്നുണ്ട്, പിന്നെന്താ അവന്റെ വിളവ് കരയുന്നുണ്ട്. അപ്പൊ മനസ്സിലായി എന്താണ് ഇതിലെ മെയിൻ ആൾ എന്ന് പറയുന്നത്? എന്താണ്? കർഷകനാണ്. അതായത് നമ്മളിപ്പോ ഒരുപാട് ജോലികൾ പറയുന്നുണ്ട്, ടീച്ചർ, ഡോക്ടർ, ഇതൊക്കെ വളരെ മഹത്തരമായ കാര്യങ്ങളാണ്, അവരെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാന്നൊക്കെ പറയലുണ്ട് അല്ലെ. പക്ഷെ ഏറ്റവും ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ആൾ ആരാണ്? ശരിക്കും കർഷകനാണ് അല്ലെ. അവരില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കൂ? ഇല്ല അല്ലെ. നമുക്ക് അന്നം തരുന്ന ആൾക്കാർ ആരാണ്? കർഷകർ എന്ന് പറയുന്ന ആളാണ് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കർഷകൻ എന്താ ഹിന്ദി പറയുന്നത്? ഒന്ന് ജസ്റ്റ് മക്കൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ്? കിസാൻ. അറിയുന്ന സാധനമാണ്. കിസാൻ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? കർഷകന് ഹിന്ദിയിൽ പറയുന്ന പേര്. ആലോചിച്ച് വെച്ചോളാം, പഠിച്ചു വെച്ചോളാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാൾക്കാരാണ് എന്ത്? കർഷകർ എന്ന് പറയുന്നത്, നമ്മുടെ കിസാൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ആവും? നമ്മുടെ വിളവുകളൊക്കെ നശിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോ മഴ തീരെ പെയ്തില്ലെങ്കിലോ? അതും പ്രശ്നമാണ്, വിളവ് കിട്ടത്തില്ല അല്ലെ. ഇനിയിപ്പോ ഒക്കെ ആയി വിളവൊക്കെ ശരിയായാലും എന്താണ്? അവർക്ക് വേണ്ടത്ര എന്ത് കിട്ടത്തില്ല? ഇതിന്ന് പൈസ കിട്ടത്തില്ല അല്ലെ. അപ്പൊ ഫുൾ ബുദ്ധിമുട്ടിലായിട്ടുള്ള ആൾക്കാരാണ് ഈ കർഷകർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കർഷകരെ കുറിച്ചുള്ള ഒരു കുഞ്ഞി കവിതയാണ്. ആരുടെ കവിതയാണ്? ഇമ്പോർട്ടന്റ് ആണ്. നരേഷ് സക്സേനയുടെ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കവിയുടെ പേര് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ്? ഇസ് ബാരിഷ് മേ നരേഷ് സക്സേനയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് കവിതയിലേക്ക് പോവാം അല്ലെ. എന്താണ്? കവിതയിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ കർഷകൻ ഉണ്ടല്ലോ, ഇതിലെ ഈ കർഷകൻ എന്താണ്? ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എന്താണ്? അവന്റെ ഭൂമി ആരോ ഒന്ന് കൈക്കലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർഷകൻ എന്താണ്? വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ട് അവന്റെ ഭൂമി വിറ്റുപോയിട്ടുണ്ട്. ഇതിൽ ഏതോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കർഷകൻ ഇപ്പൊ എന്തില്ല? ഭൂമിയില്ല. അവന്റെ ഭൂമി ഇപ്പൊ ആരുടേതാണ്? വേറെ ആരുടേതോ ആണ് അല്ലെ. അപ്പൊ മറ്റാരുടെയോ ഭൂമി ആയിട്ടുണ്ട് എന്ന് സങ്കടം പറയുന്ന ഒരു കവിതയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പോവാം. ഓരോ ഭാഗങ്ങളും മലയാളം ശ്രദ്ധിച്ച് കേട്ടോളാം. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഈ കവിത എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ മലയാളത്തിൽ എഴുതി വെച്ചോളാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ചോളാം കേട്ടോ മക്കള്. കാരണം എന്താ? പിന്നീട് ഒരിക്കലും നമുക്ക് പഠിക്കാൻ തോന്നുമ്പോൾ ഇത് നന്നായിട്ട് വായിക്കാനുള്ളതാണ്. അപ്പൊ മലയാളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയല്ലേ. അപ്പൊ നന്നായിട്ട് കേൾക്കാൻ നോക്കാം. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി. ഇങ്ങനെയാണ് നമ്മുടെ കവിത തുടങ്ങുന്നത് കേട്ടോ. നമുക്ക് എന്താണ്? ജിസ്കെ പാസ്, ആരുടെ അടുത്താണോ? പാസ് എന്ന് വെച്ചാൽ അടുത്ത് എന്നുള്ള അർത്ഥമാണ്. ഏതാളുടെ അടുത്താണോ അല്ലെങ്കിൽ ആരുടെ അടുത്താണോ? ചലി ഗൈ എന്ന് വെച്ചാൽ പോയത് എന്നുള്ള അർത്ഥം. എന്താണ്? പോയത്. മേരി, എന്റെ, ജമീൻ എന്ന് പറയുന്നത് ഭൂമി, ഉസി കെ പാസ്, അവന്റെ കയ്യിൽ. ഈ ഉസി കെ പാസ് എന്ന് പറയുന്നത് ഒരുപാട് തവണ നമ്മുടെ കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കൾ മലയാളം എഴുതിയെടുത്തോളാം. ഉസി കെ പാസ് എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ കയ്യിൽ, അവന്റെ അടുത്ത് എന്നുള്ള മീനിങ് ആട്ടോ. എന്താണ്? അവന്റെ അടുത്ത്. അബ് മേരി, ഇപ്പോൾ എന്റെ, ബാരിഷ് ബി ചലി ഗൈ, എന്റെ മഴയും എന്തായി പോയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളാം. എന്താ പറഞ്ഞത്? ജിസ്കെ പാസ്, ആരുടെ അടുത്തേക്കാണോ എന്റെ ഭൂമി പോയത് അവന്റെ അടുത്തേക്ക് എന്റെ മഴയും പോയിട്ടുണ്ട്. നമ്മുടെ കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മഴ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഭൂമി ഇല്ലാത്ത ഒരു മഴയുണ്ടോ? ഇല്ല. ആരുടെയോ കയ്യിൽ നമ്മുടെ കർഷകൻ വിറ്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഭൂമി തട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട് ആരോ ഒന്ന്. അവന്റേതാണ് ഇപ്പൊ എന്ത്? ബാരിഷ്, മഴ എന്ന് പറയുന്നത് എന്ന് പറയാണ് നമ്മുടെ ആര്? കർഷകൻ കേട്ടോ. ഓക്കെ, ഇതൊക്കെ കരയാണ്, അവൻ സങ്കടം കൊണ്ട് പാടുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളാം. നോക്കാം. അബ് ജോ ഗിർത്തി ഹെ കാലി ഘട്ടായെ ഉസി കെ ലിയെ ഗിർത്തി ഹെ, कुकती है कोयले उसी के लिए उड़ती है धरती के सीने से सौंधी सुगंध. എന്താ പറയുന്നത്? ശ്രദ്ധിച്ച് കേട്ടോളെ. അബ് ജോ ഗിർത്തി ഹെ, ഈ ഗിർത്തി എന്ന് പറയുമ്പോൾ ഗിർന എന്നുള്ള വീഴുകയാണ് അർത്ഥം എന്ന് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ വീഴുക അല്ല. ഗിർന എന്ന് വെച്ചാൽ വളയം ചെയ്യുക എന്നാണ് അർത്ഥം. എന്താണ്? വളയം ചെയ്യുക.
ക്ലിയർ ആക്കി തരാവേ. നോക്ക് എന്താണ് അബ് ജോ ഗിർത്തി ഹേ, ഇപ്പൊ വളയപ്പെടുന്ന കാലി ഘട്ടായി. കാലി എന്ന് വെച്ചാൽ എന്താണ് കറുത്ത കേട്ടോ, കറുത്ത എന്നുള്ള അർത്ഥമാണ്. ഘട്ടായി ദേമിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് മേഘങ്ങളാണ്. ഇപ്പം വളയം ചെയ്യുന്ന കറുത്ത മേഘങ്ങൾ ഉസി കേലിയെ, അവന് വേണ്ടിയിട്ടാണ് ഗിർത്തിയെ വളയപ്പെടുന്നത്. ശരിക്ക് പറഞ്ഞുതരാം. ഒരു മഴ വരുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർമേഘം അങ്ങ് ഉരുണ്ടുകൂടും അല്ലെ, കാർമേഘം ഉരുണ്ടുകൂടും. അപ്പൊ ഇപ്പൊ പെയ്യാൻ പോകുന്ന മഴ ആ ഒരു ആ ജമീൻ ആരുടേതല്ല, നമ്മുടെ കർഷകന്റേതല്ല അല്ലെ. അപ്പൊ കർഷകൻ പറയാണ് ഇപ്പൊ ഉരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ വളയപ്പെടുന്ന കാലിഘട്ടായും കറുത്ത മേഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഉസി കേലിയെ, കർഷകന്റേതാണോ അല്ല, ഉസി കേലിയെ, അവന് വേണ്ടിയിട്ടാണ് വളയപ്പെടുന്നത് എന്ന് പറയാണ്. ഓക്കെ, കൂക്തി ഹേ കോയിലെ ഉസി കേലിയെ. ഇപ്പൊ നമ്മുടെ കുയിലൊക്കെ എന്താക്കാറുണ്ട്, കൂകാറൊക്കെ ഉണ്ട്. ഈ കുയില് തത്ത എന്നൊക്കെ പറയുന്ന എന്താണ്, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കർഷകനും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അവന് ഇഷ്ടമാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ഈ കുയിലൊക്കെ പാട്ട് പാടുക പറയല്ലേ നമ്മള്, കുയില് കൂവുന്നത് ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കർഷകന് വേണ്ടിയിട്ടല്ല, ആ ഭൂമി തട്ടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി കൊടുത്തിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കർഷകൻ എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ, കൂക്തി ഹേ, കൂവുന്നു കുയിലെന്ത്, ഉസി കേലിയെ, അവന് വേണ്ടിയിട്ട്, കർഷകന് വേണ്ടിയിട്ടാണോ അല്ല എന്ന് പറയാണ്. പൂർണ്ണമായിട്ടും ആ ഭൂമി ഇപ്പൊ ആരുടെ കയ്യിലാണ്, അവന്റെ കയ്യിലാണെന്ന് പറയാണ് അല്ലെ. ഉസി കേലിയെ ഉടുത്തി ഹേ ധർത്തി കെ സീനെ സേ സൗന്ദി സുഗന്ധ്. പ്രൊനൗൺസിയേഷൻ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കള്, വായിക്കാനും പഠിക്കണം, ഈ കവിത നന്നായിട്ട് ചൊല്ലി പഠിക്കണം കേട്ടോ. നോക്കാം, ഉസി കേലിയെ ഉടുത്തി ഹേ, അവനു വേണ്ടിയിട്ടാണ് ഉടുത്തി ഹേ, ഉയരുന്നത്. ഉടുത്തി ഹേ എന്ന് വെച്ചാൽ ഉയരുന്നത്. ധർത്തിക്ക്, ഭൂമിയിലെ, സീനേസെ, ഭൂമിയുടെ നെഞ്ചിലുള്ള എന്ത്, സൗന്ദി സുഗന്ധ്, സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല്. കറക്റ്റ് ആക്കി തരാവേ. ഭൂമിയുടെ നെഞ്ചിൽ നിന്നും ഉടുത്തി ഉയരുന്ന ആ സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല് ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഉയരുന്നത്, അവന് വേണ്ടിയിട്ടാണ്. ഈ സ്വീറ്റ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നറുമണം എന്നും പറയട്ടത്, നറുമണം. നല്ല മഴ പെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുതുമഴ പെയ്യാണ്. പുതുമഴ മീൻസ് എന്താണ്, നമ്മുടെ മഴ, ആദ്യത്തെ മഴ പെയ്യുമ്പോൾ, മണ്ണിൽ പെയ്യുമ്പോൾ നല്ലൊരു മണം വരാറില്ലേ, നല്ലൊരു മണ്ണിന്റെ മണം വരാറില്ലേ. ആ മണത്തിനാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞത്, സൗന്ദി സുഗന്ധ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നറുമണം എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ് സ്മെൽ എന്ന് പറയുന്നത് സൗന്ദി സുഗന്ധം കേട്ടോ. അപ്പൊ ഭൂമിയുടെ നെഞ്ചിലേക്ക്, സീനയിലേക്ക്, അവിടെ നിന്നും ഉയരുന്ന ആ ഒരു സൗന്ദി സുഗന്ധം എന്ന് പറയുന്നത് ഇപ്പൊ കർഷകനുള്ളതല്ല, അവനുള്ളതാണ്. കാരണം ഭൂമി ആരുടേതാണ്, വേറെ ആരുടേതുമാണ് അല്ലെ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പൊ വായിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണേ, ഇത് ഒരു സെന്റൻസ് പോലെ വായിക്കുക, ഇതൊരു സെന്റൻസ് പോലെ വായിക്കുക, ഇതൊരു സെന്റൻസ് പോലെ വായിക്കട്ടെ. അപ്പൊ കവിത വായിക്കുമ്പോൾ അർത്ഥത്തിനനുസരിച്ച് വേണം നിങ്ങൾ വായിച്ചു പോകാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഒരുമിച്ച് വായിക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. നന്നായിട്ട് അർത്ഥം പഠിച്ചോണം കേട്ടോ, നന്നായിട്ട് അർത്ഥം മക്കൾ പഠിച്ചോണം. നോക്കാം, ശ്രദ്ധിച്ചേ. अब नहीं मेरे लिए हल नहीं, बैल नहीं, गेतों की घाल नहीं, एक हरी बूंद नहीं, तोते नहीं, ताल नहीं, नदी नहीं, आर्द्र नक्षत्र नहीं, कचरे मल्लार नहीं मेरे लिए. തൊറ്റടിക്ക് വായിക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. നോക്കിക്ക് എന്താണ്, അബ് നഹി മേരെ ലിയെ, ഇപ്പൊ എനിക്ക് വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കർഷകൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവന്റെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ലാതായിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കർഷകൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കാര്യമാണെങ്കിലും നമ്മളിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓർമ്മ വന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. നമ്മുടെ കർഷകന്റെ ജീവനായിരുന്നു ആ മണ്ണ് എന്ന് പറയുന്ന, ആ ഭൂമി എന്ന് പറയുന്നത്. ആ ഒരു അവന്റെ ചങ്ക് പറിച്ചുകൊണ്ടാണ് അവൻ എന്ത് കൊടുക്കുന്നത്, ഈ ഭൂമി വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മകളും ഒക്കെ അവന് വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ അവൻ എന്താണ്, സങ്കടം കൊണ്ട് പാടുന്ന കാര്യമാണ് അല്ലെ. നോക്ക, അബ് നഹി, ഇപ്പൊ അല്ല, എന്ത്, മേരെ ലിയെ, എനിക്ക് ഒന്നുമില്ല. എന്തൊക്കെ ഇല്ലാത്തത് നോക്കിക്കേ. ഹൽ നഹി, ഹൽ എന്ന് വെച്ചാൽ എന്താണ്, കലപ്പയാണ്. മക്കൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. കലപ്പ എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ എന്താണ്, ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രാക്ടറും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ആയി അല്ലെ കൃഷിയില്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇതിന്റെ മുകളിൽ കാളയെ കെട്ടിയിട്ടാണ് നമ്മൾ ഉഴുക. നമ്മുടെ ഈ ഒരു മൊത്തം ആ വയലുകൾ ഉഴുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഹൽ എന്ന് വെച്ചാൽ എന്താണ്, കലപ്പയാണ് കേട്ടോ. എന്താണ്, കലപ്പയില്ല. ബാൽ നഹി, എന്തില്ല, കാളയില്ല. ഭൂമി ഇല്ലാത്തവര് കലപ്പയുടെയും ബൈലിന്റെയും ഒക്കെ ആവശ്യമുണ്ടോ, ഇല്ലല്ലേ. ഇപ്പൊ അതൊന്നും അവന്റേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. നോക്ക, ഹൽ നഹി, ബാൽ നഹി, ഗേതോം കി ഗയൽ നഹി. ഗയൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, വരമ്പ് എന്നുള്ള അർത്ഥമാണ്. വരമ്പ്,
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിസ് ഇപ്പൊ ഒരു പിക്ചർ കാണിച്ചു തരാം, നോക്കിക്കേ. ഇതാണ് വരമ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ കൃഷിയിടത്തിന്റെ ഇടയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരമ്പില്ലേ, അതിനാണ് നമ്മൾ ഗൈൽ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഗൈൽ എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കി, എന്താണ്? ഹല്ലില്ല, കലപ്പയില്ല, ബൈലില്ല, കാളയില്ല, ഗേത്തൂക്കി ഗൈൽ നഹി. ആ ഒരു ഗേത്തിലുണ്ടായിരുന്ന, വയലിലുണ്ടായിരുന്ന, ഗേത്ത് എന്താ? വയലാണ് അല്ലെ, മറന്നു പോകരുത്. അത് വയലിലുണ്ടായിരുന്ന വരമ്പും എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഏക് ഹരി ബൂന്ത് നഹി, ഒരു പച്ചപ്പിന്റെ ഒരു തുള്ളി പോലും. ബൂന്ത് എന്ന് വെച്ചെന്താണ്? തുള്ളിയാണ്. ഹരി എന്ന് വെച്ചെന്താണ്? പച്ചപ്പാണ്. അപ്പൊ ആ ഭൂമിയിൽ ഉണ്ടാവുന്ന ഹരി ബൂന്ത്, ഒരു പച്ചപ്പിന്റെ തുള്ളി പോലും ഇപ്പൊ ആരതേതല്ല? എന്റേതല്ല, കർഷകന്റേതല്ല, ആ വേറൊരാളുടേതാണ് എന്ന് നമ്മുടെ കർഷകൻ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കാം, അടുത്ത ശ്രദ്ധിച്ചേ. തോത്തേ നഹി, തത്തയില്ല, താല് നഹി, തടാകു ഇല്ല, നദി നഹി, നദിയില്ല, ആർദ്ര നക്ഷത്ര നഹി. ആർദ്ര നക്ഷത്ര എന്താണ് ഈ ആർദ്ര നക്ഷത്രം എന്ന് പറയുന്നത്? അപ്പൊ അതിനു മുമ്പേ പറയാം, തൂത്താന്ന് വെച്ചാൽ എന്താണ്? തത്തയാണ് അല്ലെ. തത്തയൊക്കെ എന്താണ്? കർഷകന്റെ കൂട്ടുകാരായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാരാണ്. അതില്ല, തടാകം ഇല്ല, കൃഷി ചെയ്യാത്തവന്, ഭൂമി ഇല്ലാത്തവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. ഇതൊക്കെ കർഷകന്റേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഈ ഒരു കിസാനിന്റേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. തോത്തയില്ല, താലില്ല, തടാകമില്ല. താലെന്ന് വെച്ചാൽ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ടോ? യെസ്, തടാകമാണ്. നദി എന്ന് വെച്ചാൽ എന്താണ്? റിവർ ആണ്. നദിയും അവന്റേതല്ല. ആർദ്ര നക്ഷത്രവും അവന്റേതല്ല. എന്താണ് ഈ ആർദ്ര നക്ഷത്രം എന്ന് പറഞ്ഞാല്? ഓക്കെ, മിസ് പറഞ്ഞുതരാവേ. നോക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇത് വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓറിയോൺ എന്ന് പറഞ്ഞ സാധനം, നക്ഷത്രം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ നക്ഷത്ര കൂട്ടമാണ്. ഈ ആകാശത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ ഈ ഓറിയോണിന്റെ ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇത് ഇവിടെ തിളങ്ങി നടക്കുന്ന ഒരു നക്ഷത്രമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ തിരുവാതിര നക്ഷത്രം, ആർദ്ര നക്ഷത്രം എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ് എന്ത് പറയുന്നത്? തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രം നമ്മുടെ കൃഷിയുടെ ഇതൊക്കെ നോക്കുമ്പോഴൊക്കെ എന്താണ്? വളരെ നല്ലതായിട്ട് പറയും. ഇത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കൃഷി നല്ലോണം ചെയ്യാൻ വേണ്ടി യോജ്യമായിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ കേട്ടോ. അപ്പൊ എന്താണ്? ആർദ്ര നക്ഷത്രം ഇപ്പൊ ആരുടേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട്? നമ്മുടെ കർഷകന്റേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. ആർദ്ര നക്ഷത്രം എന്ന് വെച്ചാൽ തിരുവാതിര നക്ഷത്രം കേട്ടോ. എന്താണ്? തിരുവാതിര നക്ഷത്രത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർദ്ര നക്ഷത്രം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ നക്ഷത്രവും ഇപ്പൊ ആരുടേതല്ല? നമ്മുടെ കർഷകന്റേതല്ല, നമ്മുടെ കിസാനിന്റേതല്ല, എല്ലാം അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കജരി മല്ലാർ നഹി മേരെ ലിയെ. കജരി മല്ലാർ. കജരി മല്ലാർ എന്ന് വെച്ചാൽ നാടൻ പാട്ടാണ് കേട്ടോ. എന്താണ്? നാടൻ പാട്ടിനാണ് നമ്മൾ കജരി മല്ലാർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ എന്താണ്? കൊയ്യുമ്പോഴൊക്കെ, കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പാടും? കൃഷിപ്പാട്ടുകൾ പാടും അല്ലെ. അപ്പൊ ഈ കൃഷിപ്പാട്ട് പോലെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അവർ പാടുന്ന പാട്ടിനാണ് നമ്മൾ കജരി മല്ലാർ എന്ന് പറയുന്നത്. എന്താ പേരെന്താണ്? കജരി മല്ലാർ. അപ്പൊ ഈ കൃഷിപ്പാട്ടുകളും നാടൻ പാട്ടുകളും ആരുടേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട്? നമ്മുടെ കിസാനിന്റേതല്ലാതായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസ് ശ്രദ്ധിച്ച്, ലാസ്റ്റ് ഭാഗത്തെ അല്ലെ. നോക്കാം, ജിസ്കി നഹി കോയി ജമീൻ. ആരുടേതാണോ ഒരു ജമീനും അല്ലാത്തതായിട്ടുള്ളത്. മിസ് കറക്റ്റ് ആക്കി തരേ. ജിസ്കി എന്ന് വെച്ചാൽ ആരുടേതാണോ എന്നുള്ള അർത്ഥം കേട്ടോ. നഹി കോയി ജമീൻ, അതായത് ആർക്കാണോ ഭൂമി ഇല്ലാത്തത് എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആർക്കാണോ ഭൂമി ഇല്ലാത്തത്? ഉസ്കാ നഹി കോയി ആസ്മാൻ, അവന്റേതല്ല ഒരു ആസ്മാനും. അതായത് നമ്മൾ പറയാറുണ്ട് എന്താണ്? ഭൂമി ഇല്ലാത്തവന് ആകാശവും ഇല്ല. നമ്മൾ സ്വതവേ പറയുന്ന ഒരു കാര്യമാണ്. ഭൂമി ഇല്ലാത്തവന് ആകാശവും സ്വന്തമല്ല എന്ന് പറയുന്ന സംഭവം ഇല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആർക്കാണോ ഭൂമി ഇല്ലാത്തത് അവൻ എന്താണ്? ആകാശവും സ്വന്തമല്ല. നമ്മുടെ ഭൂമി ഉണ്ടോ കിസാന്റെ? ഇപ്പം ഇല്ല, അവൻ ആർക്കോ കൊടുത്തു അല്ലെ. ഇപ്പൊ ഒക്കെ വേറെ ഏതോ ആളുടേതാണ്. അപ്പൊ ആ ഭൂമി ഇല്ലാത്ത സ്ഥിതിക്ക് ആ ആകാശവും ആകാശത്തിലെ മഴയും നമ്മുടെ കർഷകന്റേതാണോ? അല്ല, അവന് സ്വന്തമല്ല അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ജിസ്കി നഹി കോയി ജമീൻ. ഭൂമി ആരുടേതാണോ ഭൂമി ഇല്ലാത്തത്, അതായത് ഭൂമി ഇല്ലാത്തവൻ എന്തില്ല? ഉസ്കാ നഹി കോയി ആസ്മാൻ, അവന് ആകാശവും ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനിയുള്ള ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം. ഇവിടെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. സാധാരണ നമ്മുടെ കർഷകർ എന്താണ്? കുറച്ച് ദാരിദ്ര്യമൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെ. അവര് സാധാരണ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വേറെ ആരുടെടുത്തെങ്കിലും കടം മേടിക്കും അല്ലെ. എന്നിട്ട് അവരെന്താ ചെയ്യാ? കടം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു തരാം? ഞങ്ങൾ എല്ലാ കടം വീട്ടിക്കോളാന്ന് ആൾക്കാരോട് പറയാറുണ്ട് അല്ലെ. അപ്പം ഇനിയിപ്പം ആ കടം വീട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ?
അതായത് കടം വീട്ടാൻ വേണ്ടി അവൻ എന്തായിരുന്നു, വിളവൊന്ന് വന്നോട്ടെ ഞാൻ കടം വീട്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വിളവെടുക്കാൻ വേണ്ടി ഭൂമി അവന്റെ അടുത്തുണ്ടോ? കൃഷി അവന്റെ അടുത്തുണ്ടോ? ഇല്ല. ഇനി കടം വീട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളെ. നോക്കട്ടെ മക്കള്. അഖലി ഫസൽ ഹോത്തെ ഹി. അഖലി എന്ന് വെച്ചാൽ എന്താണ്? നെക്സ്റ്റ് കേട്ടോ. നെക്സ്റ്റ് എന്നുള്ള അർത്ഥമാണ് അടുത്ത ഫസൽ വിളവാണ് കേട്ടോ. ഫസൽ എന്ന് വെച്ചാൽ വിളവാണ്. അടുത്ത വിളവ് വരുമ്പോൾ എന്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സബ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം ചുക്കുത്ത കരുതൂങ്ക, വീട്ടും. ഇവിടെ കടമാണ് ഉദ്ദേശിച്ചിട്ടോ. എല്ലാം സബ് ചുക്കുത്ത കരുതൂങ്ക എന്താണ്? എല്ലാം വീട്ടും, എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കോളാം എന്ന് പറയുന്ന ആ ഒരു കള്ളം ഉണ്ടല്ലോ, നോക്കിയോ. അബ് തോ മേരി ജൂട്ട്. ഇപ്പം എന്റെ എന്തും. ഇപ്പോൾ എന്തായിട്ടുണ്ട്? നിങ്ങൾ അർത്ഥം എഴുതിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ എന്റെ ജൂട്ടി എന്ന് വെച്ചാൽ കള്ളമാണ്. കള്ളമായിട്ടുള്ള ഈ ഗുഞ്ചായിഷും അപേക്ഷയും ചലി ഗയി, പോയി എന്ന് പറയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നുകൂടി പറയാം. നമ്മുടെ കർഷകൻ എന്ത് പറയാറുണ്ട് ചില ആൾക്കാരോട്, കടം മേടിച്ച ആൾക്കാരോട്? അഖലി ഫസൽ ഹോത്തെ ഹി. അടുത്ത വിളവാവുന്ന സമയത്ത് സബ് എല്ലാം ചുക്കുത്താ കരുതുങ്ക, എല്ലാം ഞാൻ വീട്ടിക്കോളാം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പം മേരി ജൂട്ടി, അതായത് ചിലപ്പോ അത് കള്ളത്തരായിരിക്കും. വിളവൊന്നും ശരിക്കും വരണമെന്നില്ല, കടം ചിലപ്പോ അവൻ വീട്ടണമെന്നില്ല. എന്നാലും അവൻ എന്ത് ചെയ്യും? ഈ കള്ളമായിട്ടുള്ള അപേക്ഷ എല്ലാവരോടും ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിക്കോളാം, വിളവൊന്ന് ശരിയാവട്ടെ എന്നുള്ള, അല്ലെ. ജൂട്ടി ഗുഞ്ചാരിഷ് എന്ന് വെച്ചെന്താണ്? ഗുസാരിഷ് എന്ന് വെച്ചെന്താണ്? അപേക്ഷയാണ്. ജൂട്ടി ഗുസാരിഷ് എന്ന് വെച്ചെന്താണ്? കള്ളമായിട്ടുള്ള ഈ അപേക്ഷ. ഇനി അതും പറ്റൂല, ഇനി അതും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? വിളവും കാര്യങ്ങളും എല്ലാ വയലും എല്ലാ ഭൂമിയും അവന്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. ഓക്കെ, അവസാനത്തെ വരി എന്താണെന്ന് നോക്കിക്കോളാം. ഉസി കെ പാസ്, അവന്റെ കയ്യിൽ അബ് മേരി ബാരിഷ് ബി ചലി ഗയി, ഇപ്പോൾ എന്റെ മഴയും ചലി ഗയി, പോയി എന്ന് പറയാണ്. ഇത് നമ്മുടെ കർഷകന്റെ എന്താണ്? ഒരു സങ്കടമായിട്ട് കണക്കാക്കുക. നിങ്ങൾ ഇത് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുമ്പോഴൊക്കെ കർഷകന്റെ ആ മുഴുവൻ സങ്കടം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലൊരു എന്താണ്? കവിതയാണ്. കർഷകരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമുക്ക് ഇത് മനസ്സിലാക്കി തരുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇതേപോലത്തെ കുറെ കാര്യങ്ങളുമായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ ബൈ.